ഇതാ കാപ്പി പൂത്ത് നിൽക്കുന്ന കണ്ടോ നിങ്ങൾ? കാപ്പിക്കുരു ഉണ്ടാകുന്ന കാപ്പി അത് ആദ്യമേ ഇങ്ങനെ പൂവിടും. വെള്ള കളറിലെ പൂവ്, നല്ല സ്മെല്ലാണ്. നല്ല സ്മെല്ല് പറഞ്ഞാൽ എല്ലാവർക്കും ആ സ്മെല്ല് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല, പക്ഷെ ആ സ്മെല്ല് ഭയങ്കരമായിട്ടുള്ള സ്മെല്ലാണ്. അതായത് നമ്മൾ കുറേ ദൂരം നിന്നാലും ഇതിൻ്റെ സ്മെല്ല് നമുക്ക് അറിയാൻ പറ്റും. അതുപോലത്തെ നല്ല സ്മെല്ലാണ്. പിന്നെ ഇതാ ഇതുണ്ടോ, ഞങ്ങളിവിടെ തേനീച്ച വളർത്തുന്നതല്ല, തേനീച്ചയുടെ ഇതെന്ത് സാധനം? തേനീച്ച ചട്ടിയോ? ചെറുതേനോ? മരുന്നിനൊക്കെ ഉപയോഗിക്കുന്ന ചെറുതേനില്ലേ, അത് ഇതിൻ്റെ അത് തേനീച്ചയുണ്ട്. തേൻ എടുത്തിട്ടില്ല. തേൻ എടുക്കുന്ന സമയത്ത് ഞാൻ തേൻ എടുക്കുന്ന വീടിട്ട് തരാം. ചോറ് വെക്കാൻ ഒരാളിതേ പുറകെ തന്നെ കൂടിയിട്ടുണ്ട് അമ്മയുടെ. അതൊന്നും പിറക്കി തിന്നേക്കല്ലേ, അതിനകത്ത് വല്ല വണ്ടൊക്കെ കിടപ്പുണ്ടാവും. കൈ കാച്ചി എന്നാ സാധനം? കറുത്ത സാധനമാണല്ലോ പറക്കിക്കൊണ്ട് വരുന്നത്. എന്ത് സാധനം അത്? വണ്ടിനെയാണോ? കാച്ചി പിന്നെ ഓടുക കാച്ചടി. അതെ ആദ്യം വണ്ടാന്ന് തോന്നുന്നു. കൈ നോക്കിക്കേ, വണ്ടിന്റെ സ്മെല്ലുണ്ട്. കറുത്ത സാധനം കളഞ്ഞു. അത് പിന്നെ പറക്കുക. ബാ പോവാ നമുക്ക്. അതേ തോട്ടിക്കൊണ്ട് നടക്കുന്നത് വണ്ടല്ലേ അത്? അമ്പോ സ്റ്റെപ്പ് കയറുന്ന ആരവമാണ് കേൾക്കുന്നത്. ചായ ആദ്യമേ ചോദിച്ചപ്പോൾ അവൾക്ക് വേണ്ട. ഞങ്ങളൊക്കെ ചായ കുടിച്ചു കഴിഞ്ഞപ്പോൾ ചായയും ചോദിച്ചു വന്നു. ഞാൻ ഇവിടുന്ന് കൊടുക്കാനാ? അമ്മ ഇപ്പോൾ 11:30 ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. അപ്പം കുട്ടിക്ക് ഫുഡ് കൊടുത്തു. ഇനി ഞാൻ കഴിക്കണം. കുട്ടിക്ക് ഫുഡ് കൊടുത്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഫോൺ ജസ്റ്റ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ന്യൂസ് കണ്ടു. അതായത് 12 വയസ്സുള്ളൊരു കുട്ടി MDMA യൂസ് ചെയ്തു. അത് 10 വയസ്സുള്ള കുട്ടി അനിയത്തിക്ക് കൊടുക്കുകയും ചെയ്തു. സത്യം പറയാമല്ല, ആ ഒരു ന്യൂസ് കണ്ടപ്പോൾ ഉണ്ടല്ലോ, മൈൻഡൊക്കെ ഭയങ്കര ബ്ലാങ്ക് ആയിപ്പോയി. ഭയങ്കരമായിട്ട് അങ്ങനെ വിഷമം തോന്നുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന കുട്ടികളാരാണെന്ന് നമുക്കറിയില്ല, എനിക്കറിയത്തില്ല. പക്ഷെ എന്തോ മനസ്സിന് ഭയങ്കര വിഷമം തോന്നുക. വിഷമം മാത്രമല്ല, ഭയങ്കരമായിട്ട് പേടിയും തോന്നുന്നു നമ്മുടെ കുട്ടികളുടെ കാര്യം ഓർത്ത്. എനിക്കൊരു കുഞ്ഞു കുട്ടിയുണ്ട്. അവളുടെ കാര്യം ഓർത്ത്, അവളുടെ കാര്യം മാത്രമല്ല ഇനി വരുന്ന തലമുറയുടെ എല്ലാ കാര്യം ഓർത്തിട്ട് ഭയങ്കര സങ്കടം എന്നല്ല പറയാം, പേടി തോന്നുകയാണ്. എങ്ങോട്ടാണ് ഈ സമൂഹം പോകുന്നത് എന്നുള്ള രീതിയിൽ. എങ്ങനെ നമ്മൾ മക്കളെ വളർത്തിയെടുക്കും? ഒരു 10-25 വയസ്സ് വരെ, അല്ലെങ്കിൽ ഒരു 10-30 വയസ്സ് വരെ അവരെ എങ്ങനെ നമ്മൾ ആക്കിയെടുക്കും എന്നുള്ള ഒരു ഐഡിയ ഇല്ല. ഇപ്പോൾ എന്താ ചെയ്യണ്ടേന്ന് അറിയത്തില്ല. ഇത് ആരെയും നമുക്ക് കുറ്റം പറയാനും പറ്റത്തില്ല. കാരണം ഓരോന്നും നമ്മൾ ഒരു രീതിയിൽ ചിന്തിക്കുമ്പോൾ നമ്മുടെ മാത്രം തീരുമാനങ്ങളാണ്. അതായത് നല്ലതാവണോ ചീത്തയാവണോ എന്നുള്ളത് നമ്മുടെ മാത്രം തീരുമാനമാണ്. പക്ഷേ ഈ 12 വയസ്സുള്ള കുട്ടിക്ക്, ആ കുട്ടിക്ക് എത്ര മെച്യൂരിറ്റി ഉണ്ട്, എത്ര ബോധമുണ്ട്. അപ്പോൾ ആ കുട്ടീനെ വരെ ഈ ഒരു രീതിയിലേക്ക് ആക്കുന്നത് ഈ മെച്യൂർഡായിട്ടുള്ള സാമാന്യ ബോധമുള്ള ആൾക്കാരായിരിക്കുമല്ലോ, അല്ലേ? ആ കൊച്ചിന് MDMA എന്ന് പറഞ്ഞ സാധനം എത്തിച്ചു കൊടുത്തത് എനിക്ക് ചിലപ്പോൾ 30 വയസ്സോ അല്ലെങ്കിൽ 40 വയസ്സുള്ളൊരു വ്യക്തിയായിരിക്കും. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും പൈസ എന്ന് മാത്രം ചിന്തിക്കരുത്. നമുക്ക് പൈസ ഉണ്ടാക്കാൻ ഒരുപാട് വഴിയുണ്ട്. പണ്ടത്തെ കാലമൊന്നുമല്ല, പണ്ടത്തെ ലോകമൊന്നുമല്ല. ഇന്ന് ലോകം എന്ന് വെച്ചാൽ എങ്ങനെ വിശാലമായിട്ട് കിടക്കാം. നമുക്ക് പൈസ ഉണ്ടാക്കാൻ ഒരുപാട് വഴിയുണ്ട്. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എന്തിനാ? എല്ലാവരും യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് എന്തിനാ? ഏണിങ്സിന് വേണ്ടി തന്നെയാണ്. അപ്പോൾ നമുക്ക് എൻ്റെ യൂട്യൂബ് ചാനൽ നല്ലൊരു അത് ക്ലിക്കായി നല്ലൊരു ഇതിൽ പോവുകയാണെങ്കിൽ എനിക്ക് നല്ല ഏണിങ്സ് കിട്ടും, അല്ലേ? അപ്പം നിങ്ങളെന്താ ഇതുപോലുള്ള കാര്യങ്ങൾ ചിന്തിക്കാതെ നിങ്ങളൊരു ജോലി വാങ്ങിച്ചിട്ട് എബ്രോഡ് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കാനഡയിലോ ഓസ്ട്രേലിയ, ഈവൻ ഗൾഫിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിക്കാനുള്ള കിട്ടില്ലേ? ഇത് നമ്മുടെ നാട്ടിലെ ബിസിനസ് ചെയ്താൽ കിട്ടില്ലേ? ബിസിനസ് എന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ വലിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ വലിയ ബിസിനസ് അല്ല. ഈ ബംഗാളികളും ഈ തമിഴന്മാരും വന്നിട്ട് നമ്മുടെ നാട്ടിൽ വന്നിട്ട് എത്ര രൂപ ഒരു മാസം സമ്പാദിക്കുന്നുണ്ടെന്നറിയോ? നിങ്ങളൊരു 10 പേര് ജോലി ചെയ്യുക, ബാക്കിയുള്ളവർ അതിൻ്റെ പുറകെ വരും. ഒരു 10 പേര് ഒരു ചെറിയ തട്ടുകട മാത്രമല്ല, ചെറിയ ഈ പാനിപ്പൂരി ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ നൂഡിൽസ് ഉണ്ടാക്കുന്ന കടയിട്. അത് എനിക്ക് തോന്നും ഈ കുറേ ഒരു 10-50 വയസ്സുള്ള ഒരാൾ ഇട്ടിട്ട് വീടിൻ്റെ പ്രാരാബ്ദം കാരണം അല്ലെങ്കിൽ ജീവിക്കാൻ പറ്റാതെ ഇട്ട്
അങ്ങനെ ഇടുന്നതല്ല ഞാൻ പറയുന്നത്. യുവജനങ്ങൾ നിങ്ങൾ ചെയ്ത് നിങ്ങൾ അങ്ങനെ ഒരു മോട്ടിവേഷൻ നാളെ തലമുറയ്ക്ക് കൊടുക്കുക. അപ്പം നിങ്ങളുടെ കയ്യിൽ കാശ് വരും, അവർ നല്ല രീതിയിൽ ജീവിക്കും. നിങ്ങളോട് ആരാ പറഞ്ഞത് ജോലി ചെയ്ത് മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ എന്നാ? നിങ്ങൾ ആ ഒരു ഈഗോയൊക്കെ എടുത്ത് കളയുക. ഇപ്പം ഞാൻ പറയട്ടെ, ഈ MDMA ഒക്കെ സെയിൽ ചെയ്തിട്ട് നിങ്ങൾ ഉണ്ടാക്കുന്ന കാശുണ്ടല്ലോ, ആ കാശ് കൊണ്ട് നിങ്ങൾക്ക് കുറച്ച് നാളത്തേക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ ആരോഗ്യം പോവുക, നിങ്ങളുടെ ആ ഒരു മെൻ്റൽ സ്ട്രെങ്ത് പോവുക ചെയ്യുന്നത്. അതുകൊണ്ട് എന്ത് നേട്ടമുള്ളത്? അതിലും ഭേദമല്ലേ കൂലിപ്പണി ചെയ്തിട്ട് അല്ലെങ്കിൽ ചെറിയ ചെറിയ ബിസിനസ് ചെയ്തിട്ട് ജീവിക്കുന്നത്. നിങ്ങൾ ഞാൻ പറയട്ടെ, ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ടായിരുന്നു. ജോലിക്ക് പോകുന്ന സമയത്തും കുറച്ച് സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ കല്യാണം കഴിച്ച് നമ്മൾ കുട്ടിയായി നമ്മൾ ഫാമിലി ആയി കഴിഞ്ഞാൽ നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ എന്താണെന്നുള്ളത് എൻ്റെ ഫാമിലീനെ മാത്രം എനിക്ക് ബോധിപ്പിച്ചാൽ മതി. എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ മുന്നിൽ ഞാനൊരു ചെറിയ കടയിട്ടെന്ന് വെച്ചിട്ട് എനിക്ക് പുള്ളിയുടെ മുന്നിൽ നാണക്കേണ്ട കാര്യമുണ്ടോ? അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിനെ എൻ്റെ മുന്നിൽ പുള്ളിക്ക് ചെറിയ ഇൻകം ഉള്ളതെന്ന് വെച്ചിട്ട് നാണം കെട്ടേണ്ട ആവശ്യമില്ല. നിങ്ങളങ്ങനെ എന്തിനാ കുഞ്ഞായിട്ട് നിങ്ങളുടെ ലോകം കുഞ്ഞായിട്ട് ചിന്തിക്കുന്നത് എന്തിനാ? വൈഡായിട്ട് ചിന്തിച്ച് നോക്കുക. ഇതൊന്നും എന്താ പറയുക. പിന്നെ ഇത് ഉപയോഗിച്ച ആൾക്കാർ, നിങ്ങളൊരു കാര്യം ചിന്തിക്കൂ, ഇപ്പോൾ ഈ ഒരു ജനറേഷൻ ഇത് ഉപയോഗിച്ചു, അടുത്ത ജനറേഷൻ എന്തായാലും ഉപയോഗിക്കും. അങ്ങനെ ഉപയോഗിച്ച് വരുമ്പോൾ ഇതിൽ നിങ്ങളുടെ മക്കൾ ഉൾപ്പെടും, നിങ്ങളുടെ സഹോദരങ്ങൾ ഉൾപ്പെടും, നിങ്ങളുടെ ബന്ധുക്കൾ ഉൾപ്പെടും. അപ്പോൾ അവർ ഈ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിഷമം ഉണ്ടാവും. എന്തിനാണ് അങ്ങനത്തെ ഒരു ലോകത്തെ സൃഷ്ടിച്ചെടുക്കുന്നത്? എന്തിനാണ് നമുക്ക് വിഷമം ഉണ്ടാക്കുന്ന, സങ്കടം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്? എനിക്ക് തോന്നുന്നു MDMA എന്നൊക്കെ പറഞ്ഞ സാധനം അത്ര ടേസ്റ്റുള്ള സാധനമാണോ? എനിക്കറിയത്തില്ല. അതിലും ടേസ്റ്റുള്ള എത്രയോ ചക്കയും കപ്പയൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. എന്താ ചെയ്യുക? കുറേയൊക്കെ നമ്മൾ ഗവൺമെൻറ്റിനെ കുറ്റം പറയും, കുറേയൊക്കെ നമ്മൾ പാരൻസിനെ കുറ്റം പറയും. പക്ഷേ ഇത് കൺട്രോൾ ചെയ്യാനോ ഇത് നിർത്താനോ, ഇത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇപ്പോഴേ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു 2 വർഷം കഴിഞ്ഞിട്ടോ ഒരു 5 വർഷം കഴിഞ്ഞിട്ടോ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നമുക്ക് ഇത് കൺട്രോൾ ചെയ്യാനേ പറ്റില്ല, നമ്മുടെ കയ്യിൽ നിന്ന് പോകും. സോ ഗവൺമെൻറ് ആയാലും പാരൻസ് ആയാലും നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ 2025 എങ്കിലും ചെയ്യുക. എനിക്ക് അത്രയേ പറയാനുള്ളൂ. കാരണം എനിക്ക് തോന്നുന്നത് ഒരു ഓൾമോസ്റ്റ് എല്ലാ വീട്ടിലും ഈ ഒരു ലഹരി ഉപയോഗം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഡെയിലി എത്രയോ ആളുകളെയാണ് പിടിക്കുന്നത്. അപ്പം അത് ആരും പുറത്ത് പറയാത്തതാണ്. പാരൻസിന് ഇത് അറിയാൻ വരികയും, കാരണം അത് ആരും പുറത്ത് പറയാത്തതാണ്. കാരണം ഇപ്പം സഹോദരങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ, മക്കൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അവരുടെ ലൈഫ് പോയി, അവരുടെ ഭാവി പോയി അല്ലേ? നമ്മൾ അത് പറയാതിരുന്നാലോ? എന്നാലും അവരുടെ ലൈഫ് പോകും, കൂടെയുള്ള ആളുകളുടെ ജീവിതവും പോകും. നമുക്ക് ഈ പഴയ ആളുകൾ പറയില്ലേ, കഴിച്ചിട്ട് തുപ്പാനും വയ്യ, മധുരിച്ചിട്ട് ഇറക്കാനും വയ്യ, ആ ഒരു സിറ്റുവേഷനിലാണ്. എന്താ ചെയ്യുക? ഗവൺമെൻറ്റിനോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് തോന്നുന്നു ഇതിപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പ്രശ്നമാണോ അത് സമൂഹത്തിൻ്റെ, എനിക്കറിയത്തില്ല. ഞാൻ പറയട്ടെ, പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. യൂട്യൂബിൽ റിയാക്ഷൻ വീഡിയോസ് ഇടുന്ന ഒരുപാട് ആളുകളുണ്ട് ഇല്ലേ? എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇതൊക്കെ ഒരു ടോപ്പിക്കായിട്ടൊന്ന് റിയാക്ട് ചെയ്തുകൂടാ? ചെയ്യാൻ പാടില്ല. ഞാൻ ചെയ്യാത്തത് എൻ്റെ ഫേസ് കാണിക്കാനായിട്ട് എനിക്കൊരു പെർമിഷൻ കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ്. നിങ്ങളൊക്കെ ഈ സീരിയലിൻ്റെ പുറകെ, നടിമാരെ പുറകെ പോകുന്ന ടൈമിൽ ഈ ടോപ്പിക്കൊക്കെ എടുത്തിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുക. ഒരാൾക്കല്ല, 2 പേർക്കെങ്കിലും നല്ലൊരു എന്താ പറയുക പ്രചോദനം കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ. മോളും കൂടെ അമ്മയുടെ ആങ്ങളയുടെ വീട്ടിൽ പോവുക, 2 പേരും കൂടെ. ഇതാ ബസ്സിൽ കയറി പോയി. ലഞ്ച് കഴിക്കാൻ പോവാണ്. ഇപ്പോൾ സമയം 2:45. അവളും അമ്മയും പോയ സമയത്ത് ഞാനിരുന്നെങ്കിൽ കുറേ വർക്കൗട്ട് ചെയ്യണ്ടായിരുന്നു, അതിന് പഠിക്കുമായിരുന്നു. അപ്പം ഫുഡിന് നമ്മുടെ ചമ്മന്തിപ്പൊടി ഉണ്ട്, മീൻ കറി ഉണ്ട്, ചക്കക്കുരുമാങ്ങയും കറിയുണ്ട്. ഞാൻ കുക്കിംഗ് വീഡിയോസ് ഒന്നും ഇട്ടില്ല. ആകെ രാവിലെ മുതൽ മനസ്സിനൊരു സുഖമില്ലായിരുന്നു. ഓരോന്നൊക്കെ നമ്മൾ ഓരോ ദിവസം കേൾക്കുമ്പോഴേ. എല്ലാവരും ശ്രദ്ധിക്കുക, നമ്മൾ മക്കളോ നമ്മുടെ വീട്ടിലാരെങ്കിലും
ലഹരിക്കൊക്കെ അടിമയായിട്ടുണ്ടെങ്കിൽ നമ്മളത് മിണ്ടാതെയും പറയാതെ ഇരുന്ന് കഴിഞ്ഞാൽ വീണ്ടും അത് വഷളാവത്തുള്ളൂ. അപ്പം നിങ്ങൾ ഒരു ഡി അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടുപോയി കാണിക്കുക. കാരണം നമ്മൾ ആരും അറിയരുതെന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ വീണ്ടും അവരതിന് അഡിക്റ്റായിട്ട് പിന്നെ എല്ലാവരും ഉപദ്രവിക്കാനൊക്കെ തുടങ്ങും. അപ്പോൾ എന്തായാലും ഓട്ടോമാറ്റിക്കലി വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും. അതിലും ഭേദം സ്റ്റാർട്ടിങ്ങിൽ തന്നെ എല്ലാവരും കൊണ്ടൊരു കൗൺസിലിംഗ് ഒക്കെ കൊടുക്കുക. ഓക്കേ, ഇന്ന് വുമൻസ് ഡേ ആണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വുമൻസ് ഡേ. അമ്മയും മോളും കൂടെ പോയിട്ട് വന്നു. ഒരു 3:30-4 മണിയൊക്കെ വന്നപ്പോൾ റിലേറ്റീവ്സൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ അവളും കൂടെ കയറി കിടന്ന് ഉറങ്ങി. ഇപ്പോൾ സമയം 6:45. ഇപ്പോഴാണ് എണീക്കുന്നത്. കാപ്പി കുടിക്കാൻ പോകുന്നു. അമ്മയും മോളും കൂടെ അടുക്കളയിൽ കൊതുകിനെ കൊല്ലുന്നു. ഇതാ ഒരാൾ തന്നെ ഇരുന്നിട്ടാണ് രാത്രിയിൽ ചോറുണ്ണുന്നത്. കണ്ടോ, 11:00 ഇന്ന് ആർക്കും വിശപ്പില്ല. മൊത്തത്തിലൊരു സുഖമില്ലാത്ത ദിവസം. ഡിന്നറ് പുറത്തുനിന്നാണ് കേട്ടോ. അതായത് ഹസ്ബൻഡ് വാങ്ങിയിട്ട് വന്നതാണ്. ദോശയുണ്ട്, അമ്മയ്ക്ക് ദോശ, എനിക്ക് പൊറോട്ട, ഓംലേറ്റ് ഉണ്ട്, പിന്നെ ഗ്രേവികളുണ്ട്, ചിക്കൻ ഫ്രൈ ഉണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ ഫുഡ് കഴിച്ചെന്ന് വിചാരിക്കുന്നു, എല്ലാവരും കടന്നെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ എന്തായാലും കഴിക്കട്ടെ. അപ്പം ഇന്നത്തെ വ്ലോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യട്ടെ. ബൈ ബൈ.